നമസ്കാരം സുഹൃത്തുക്കളെ. ഇസ്രായേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിലാണ്. അവന്റെ മിശിഹ രാജാക്കന്മാരുടെ രാജാവും മിശിഹായുടെ മിശിഹായുമാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവസാന നാളുകളിൽ ഒലിവുമലയിൽ അവൻ വരുന്നതുവരെ ആ രാജ്യം ദൈവത്തിന്റെ ഉള്ളം കൈകളിലായിരിക്കും. അപ്പൊ ഞാൻ പറയാമോന്ന് വെച്ചാല് ഇസ്രായേലിന്റെ അടുത്ത നീക്കം ലോകം മുഴുവൻ ഞെട്ടാൻ പോവുകയാണ്. അല്പം തന്ത്രങ്ങൾ പാളി എന്നുണ്ടെങ്കിലും അടുത്ത അവന്റെ ജൂതന നീക്കം ഇന്നലെ നെത്യന്യാഹു വിളിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദി. നമുക്ക് ഉടനടി കാണണം. നമുക്ക് ഇങ്ങനെ പോയാൽ പോരാ, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നരേന്ദ്രമോദി വേണോ? വേണം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. 4000-ഓളം ലൈറ്റ് മെഷീൻ ഗൺസ് ആണ് വരുത്തുന്നത്. ഇന്ത്യ എവിടുന്ന് വരുത്താൻ പോണു? ഇസ്രായേലിൽ നിന്ന്. എനിക്ക് തുള വീഴാൻ പോകുന്ന ഇസ്രായേൽ നിർമ്മിത ലൈറ്റ് മെഷീൻ ഗണ്ണ് കൊണ്ടാണ്. ഇന്ത്യയും ഇസ്രായേലും കൂടി കൂടുതൽ അടുക്കുകയാണ്. ഇസ്രായേലിന് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി. ആരാണോ ശത്രുക്കൾ, ആരാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന്. ഇസ്രായേലിൽ നിന്ന് ലോകത്തിൽ നിൽക്കുന്നതിൽ ഏറ്റവും വിശ്വാസമുള്ള രാജ്യം നമ്മുടെ ഭാരതമാണ്. അതിന് കാരണം ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. മസ്ബൂത്ത് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ബരാക് 8 എന്നുള്ള ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയും ഇസ്രായേലും ഒരുമിച്ച് ഉണ്ടാക്കി. അത് മാത്രം പോരാ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാനുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇന്ത്യയെ വേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇസ്രായേലിനെ വേണം? ജോയിന്റ് ആയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സഹായിച്ച, അല്ലെങ്കിൽ ഇന്ത്യയായി നിൽക്കാൻ സഹായിച്ച ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ. ഇന്ന് ഏതൊരു ഭാരതീയനും, അത് ഏത് നാനാജാതി ആയിക്കോട്ടെ, ഇന്ന് സമാധാനപരമായിട്ട് ഇന്ത്യയിൽ കിടന്നുറങ്ങാൻ സഹായിച്ച രാജ്യത്തിൽ ഒന്നാണ് ഇസ്രായേൽ. കാരണം ഭാരതീയരെ എല്ലാവരും ശ്രമിച്ചു കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഉയർത്തേണ്ടത് ഇസ്രായേലിന്റെ പതാക തന്നെയാണ്. കാരണം ജൂതനാണ് എല്ലാം സപ്ലൈ ചെയ്യുന്ന ടെക്നോളജി ഒന്നും ഭാരതം കുതിക്കുകയാണ്. ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റം എൽബീറ്റ് ആയാലും റഫേൽ ആയാലും എല്ലാം ഇന്ത്യയിലായിരിക്കും പ്രൊഡക്ഷൻ. എന്തുകൊണ്ട്? വളരെ സിമ്പിൾ ആണ്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. വളരെ സിമ്പിളായ കാര്യം എന്ന് പറഞ്ഞാല്, എന്ത് ഉറപ്പിലാണ് ഇന്ന് ഏതെങ്കിലും രാജ്യങ്ങൾ ലണ്ടനിലും ഫ്രാൻസിലും ബെൽജിയത്തിലും ഇൻവെസ്റ്റ് ചെയ്യാൻ? നിങ്ങളൊന്നും, ഞാൻ കൂടുതലൊന്നും പറയാൻ എനിക്ക് താല്പര്യം. നിങ്ങൾ പറ. തെരുവുകളുടെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല. ആരെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്യും അവിടെ പോയിട്ട്? എന്ത് ഉറപ്പുള്ളേ? ഇന്ത്യ എന്ന് ആലോചിച്ച് നോക്കിയ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി 15 വർഷമായിട്ട് സുസ്ഥിര സർക്കാർ. ഇടയ്ക്കും തലക്കൊക്കെ നമ്മുടെ കുറച്ച് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദി ഒരു കുഴപ്പമില്ല. ഇന്ത്യ സുഖമായിട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ കുറച്ച് അച്ചായന്മാർക്ക് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സുസ്ഥിരമായ സർക്കാർ, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. കാരണം നാളെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും, ഇപ്പൊ ടെക്നോളജി ഷെയർ ചെയ്താൽ പോലും, എൽബിറ്റ് ആയാലും പിന്നെ റഫേൽ ആയാലും ഇസ്രായേൽ എയറോസ്പേസ് കമ്പനി ആയാൽ പോലും, ഇവിടുന്ന് ഒരു ടെക്നോളജി ഷെയർ ചെയ്ത് ബരാക് 8 അല്ലെങ്കിൽ ഇനിയിപ്പം UAV അല്ലെങ്കിൽ പുതിയ തരം മിസൈൽസ് ഇനി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു. ഫുൾ മിസൈൽസ് ഒക്കെ ഉണ്ടാക്കിയാൽ ഇസ്രായേലിന് ഒരു ആവശ്യം വരുമ്പോൾ തിരിച്ചു കിട്ടുമെന്നറിയാം. ജർമ്മനി ബ്ലോക്ക് ചെയ്തു ഈ പറയുന്ന സംഭവത്തില്. ഈ ഗാസ വിഷയത്തില് ജർമ്മനി കയറ്റുമതി നിരോധിച്ചപ്പോൾ ഇസ്രായേൽ മനസ്സിലായി ഇതിന്റെ സെൽഫ് സസ്റ്റെയിൻഡ്, അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം പര്യാപ്തമാണെങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് പല രാജ്യങ്ങളെ നമുക്ക് എടുക്കേണ്ടി വരും. കാരണം ലേബർ കോസ്റ്റുകളും പിന്നെ ടെക്നോളജി ട്രാൻസ്ഫർ, അങ്ങനെ പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. ജഹൂദിന് അങ്ങനെയല്ലല്ലോ. അപ്പൊ അവർക്ക് മനസ്സിലായി യൂറോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം യൂറോപ്പ് കയ്യിൽ നിന്ന് പോയി. അമേരിക്ക എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. ഏത് സമയവും ബോംബ് കൊടുക്കില്ല, അങ്ങനത്തെ പരിപാടിയാണ്. അവരൊരു സുഹൃത്തിനെ കണ്ടെത്തിയിരിക്കുകയാണ് ശ്രീമാൻ നരേന്ദ്രമോദി. ഇന്നലെ വിളിച്ചിരിക്കുകയാണ്, രണ്ടുപേരും സംസാരിച്ചു. ഉടനെ കാണണം നിതിനെ, നമുക്ക് ഉടനെ കണ്ടേ പറ്റൂ. ഞാൻ അല്പം തിരക്കുകളൊക്കെ ആയിരുന്നു, വരാൻ സാധിച്ചില്ല. പക്ഷെ ഉടനെ കാണണം നമുക്ക്. ഇനി ടെക്നോളജി ട്രാൻസ്ഫർ, ഈ കമ്പനികൾ, ഇസ്രായേൽ എയറോസ്പേസ് കമ്പനികൾ ഇന്ത്യയിൽ വരുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്നു. ടെക്നോളജി ഇന്ത്യയെ കൈ പിടിച്ച് ഉയർത്തി. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, വെറുതെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകില്ല ഇന്ത്യ. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പ്രൊഡക്ഷൻ തുടങ്ങണം. അതാണ് തുടങ്ങാൻ പോകുന്നത്. ബരാക് 8 എന്നുള്ള മിസൈൽ സിസ്റ്റം തായ്ലൻഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ S-400 ശേഷം നമ്മൾ ഉപയോഗിച്ച സംഭവം ബരാക് 8 ആയിരുന്നു, ആന്റി ബേസൽ സിസ്റ്റം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുദർശൻ ചക്ര അതിലേക്ക് അടക്കാൻ പോകുമ്പോൾ സെലക്ട് ചെയ്യാൻ. എന്റെ അഭിപ്രായത്തിൽ 6ാം ജനറേഷൻ എയർക്രാഫ്റ്റ് ഇസ്രായേലും ഇന്ത്യയും കൂടി ഒരുമിച്ച് ഉണ്ടാക്കണം. ജോയിന്റ് പ്രൊഡക്ഷൻ, ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യും. അതായത് വെറും കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നുള്ളതിനപ്പുറം ഇന്ത്യ ഒരു ആയുധപരമായിട്ടും സാങ്കേതികപരമായിട്ടും ലോകത്തിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി വർഷങ്ങളോ മാസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിൽ പോയി ഒരുപാട് MOUs ഒപ്പിട്ടു. പറഞ്ഞു വരാൻ പോകുന്നവർ ജൂതന്റെ നീക്കം എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ കൂടെ പിടിക്കുക, യൂറോപ്പ് പോലുള്ള തരികിട ദേശങ്ങളെ ഒഴിവാക്കി, ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. ജർമ്മനി, ഫ്രാൻസ്, ലണ്ടനൊക്കെ ഒഴിവാക്കി. അവർ പേര് വെട്ടി നെത്തിനെ ഒഴിവാക്കി വിട്ടു.
എവിടെ പോട്ടെ. കാരണം ഇവരൊക്കെ ആവശ്യം വരുമ്പോൾ സാധനങ്ങൾ കൊടുക്കാതെ ജൂതനെ വഞ്ചിച്ചു. അതുകൊണ്ട് ഇനി എല്ലാം ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആ ഏരിയയിലേക്ക്, അതാണ് പറയുന്നത്, സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കളെ കൂടെ പിടിക്കണം. അതായത് അതാണ് നരേന്ദ്രമോദി അങ്ങനെയാണ്. കാരണം നമ്മൾ അവരുടെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ കൂടെ നിന്നു. രണ്ടാം നീക്കം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇസ്രായേൽ മെഡിക്കൽ ടൂറിസം രംഗത്ത് അത് മെഡിക്കൽ രംഗത്ത് ഇനി അവർ അടുത്ത ലെവല് കടക്കാൻ പോകും. അവർ പറയുകയാണ്, ഈ കോവിഡ് വന്നതിന് ശേഷം കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിക്കുന്നതിലും അങ്ങനെയൊക്കെ ചൈന ഒരുപാട് പണി പെട്ടിച്ചു. നാളെ ഒരു ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്നു ജൈവവായുധം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി മെഡിക്കൽ രംഗത്ത് അടുത്ത കാൽവെപ്പ് ഇനി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും ഇനി ഇസ്രായേലിൽ ഒന്ന് പഠിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോവുക, ഡോക്ടർ പറയും ഞാൻ പഠിച്ചത് ഇസ്രായേലിലാണ്, ജൂതനായിരുന്നു ഒരു അധ്യാപകൻ. എന്തായിരിക്കും ലോകത്തിലെ പ്രൊഫസർമാരിൽ 90% മിടുക്കന്മാരായിട്ടുള്ളത് ജൂഷുകളാണ്. അപ്പൊ ജൂതന്റെ സമയമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഗ്രേറ്റ് ഇസ്രായേൽ എന്നുള്ള ലക്ഷ്യം നെത്തന്യാഹുവിനെ തടയാൻ സാധിക്കില്ല. ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ്, ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. അതുപോലെയാണ് നരേന്ദ്രമോദി. രണ്ടുപേരും ഒരുമിച്ചാൽ ഈ ലോകത്ത് ഈ ട്രംപും കൂടി, എനിക്ക് ആഗ്രഹം ട്രംപ് കൂടി കുറച്ചൊന്ന് ലൈനിൽ വന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ പുള്ളി ഇങ്ങനെ വേറെ വഴിക്ക് മാറി പോവാണ്. സാരമില്ല, തിരിച്ചു വരും. ഈ 3 പേരും കൂടി ഒരുമിച്ച് ശരിക്കും പറഞ്ഞാൽ ലോകം എത്ര നല്ല ഒരു സ്ഥലമായി മാറുമെന്ന് അറിയൂ. ശാന്തമായ സ്ഥലമായിരിക്കും. കാരണം അവനവന്റെ രാജ്യങ്ങളെ പറ്റി ചിന്തിക്കുന്ന 3 ദേശത്തിന്റെ ആളുകളാണ് ഇവരെല്ലാവരും. നരേന്ദ്രമോദിയാണെങ്കിൽ ഇന്ത്യയെ പറ്റി ഏത് സമയവും ചിന്തിക്കുന്നു, ഇന്ത്യയിൽ വികസനം കൊണ്ടുവരണം. പക്ഷെ ഈ തുറപ്പനായിട്ടുള്ള നമ്മുടെ പപ്പു ഒക്കെ വെക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ പോകുന്നത്. പക്ഷെ അതൊന്നും വിഷയമല്ല. പ്രശ്നം ഞാൻ പറഞ്ഞു വരുന്നത്, ജൂതന്റെ മുന്നേറ്റത്തിൽ കൈ പിടിച്ചുകൊണ്ട് ഇന്ത്യയും കൂടെയുണ്ട്. ഇന്ത്യനെ കൂടെ കൊണ്ടു ചെല്ലുന്നു. ഒരുപക്ഷെ അവരും കാലം നമുക്ക് അഭിമാനിക്കാം. കാരണം ഒരുപാട് ഡിഫൻസ് ഡീൽസുകൾ വരുന്നു. നമ്മളൊരു ബയ്യർ നൽകും, ഒരു സെല്ലറായി മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഇന്ന് കാണുകയാണ്.